വെള്ളം എന്ന സിനിമയുടെ വിശേഷമാണ്. ഒരു ലോക്ക്ഡൌണിന് ശേഷം തിയേറ്ററിൽ ആദ്യമായി റിലീസാകുന്ന മലയാള ചിത്രം എന്നൊരു പ്രത്യേകത കൂടി ഉണ്ടായിരുന്നു. വെള്ളം എന്ന ചിത്രത്തിന് അടിപൊളിയായിട്ട് മുന്നോട്ട് പോകുന്ന ഞാൻ സിനിമ കണ്ടു. ഉഷാറാണ്, അടിപൊളിയാണ്. അപ്പോൾ വെള്ളം എന്ന സിനിമയെ കുറിച്ച് തന്നെ പറയാം. ജീവിതത്തിലെ എസെൻഷ്യൽ ഡ്രിങ്ക് ആണ് ഇത്. നല്ലതാവാനും ചീത്തയാകാനും സ്കോപ്പുള്ള ഡ്രിങ്ക് ആണ്. എന്ത് പറയുന്നു ഈ സിനിമയെ പറ്റി ചേട്ടാ? ഓൾറൈറ്റ്, സംവിധായകരിൽ തന്നെ ഒരുപാട് റിയൽ ലൈഫ് സ്റ്റോറീസ് നമുക്ക് വളരെ മനോഹരമായി തന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോഴും ഒരു ചിത്രത്തിന്റെ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. RJസിന് എന്തോ ഒരു സ്കോപ്പ് ഉണ്ടെന്നൊക്കെ പറയുന്നു, ശരിയാണോ? അത് എന്താണ് അസൂയലുകൾ പറഞ്ഞു വരുന്നതാണ്. റേഡിയോ റിലേറ്റഡ് ആയിട്ടുള്ള സിനിമയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന്റെ കൂടുതൽ വിശേഷങ്ങൾ പറയാറായിട്ടില്ല. പറഞ്ഞാൽ ഇവിടെ കൊലപാതകം നടക്കും, അതുകൊണ്ട് പറയുന്നില്ല. പക്ഷെ വെള്ളത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ സന്തോഷം. കാരണം ഏതാണ്ട് ഒരു വർഷത്തെ കാത്തിരിപ്പുണ്ടായിരുന്നു. നമുക്ക് ആ പടം ഷൂട്ടിങ്ങും എല്ലാ പ്രോസസ്സും കഴിഞ്ഞിട്ട് നമ്മൾ കൊറോണയുടെ കാലത്ത് വെയിറ്റ് ചെയ്തിരുന്നൊരു പടമാണ്. അപ്പോൾ ഏതാണ്ട് 318 ദിവസത്തിന് ശേഷം തിയേറ്ററിലേക്ക് എത്തി. വളരെയധികം ഏറ്റവും അധികം ടെൻഷൻ, SLC പരീക്ഷയുടെ റിസൾട്ടിന് പോലും ഇത്രയും ടെൻഷൻ നമുക്കുണ്ടായിരുന്നില്ല തിയേറ്ററിൽ വരുമ്പോൾ. കട ഉറപ്പായിരുന്നു, അതുകൊണ്ട് പ്രശ്നമില്ലായിരുന്നു. അപ്പോൾ അത്തരമൊരു വലിയ ടെൻഷനിൽ ആണ് ഈ സിനിമ ഇറങ്ങിയത്. വളരെ കേരളം ഇരുകൈ നീട്ടി സ്വീകരിച്ചു എന്നുള്ളതിൽ വളരെ സന്തോഷമുണ്ട്. ഇന്നും പ്രൊഡ്യൂസറുടെ മുഖത്ത് സന്തോഷമുണ്ടാകാൻ കാരണം ഇന്ന് സൺഡേ എല്ലാ തിയേറ്ററും ഫുള്ളാണ്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം ഉണ്ട്. വളരെയധികം ഒരു സന്തോഷമുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഏറ്റെടുത്തതിന് താങ്ക് യു എന്നാണ് പറയാനുള്ളത്. കൂടുതൽ വിവരങ്ങൾ പറയാൻ വേണ്ടിയിട്ട് മൈക്ക് കൈമാറുന്നു. ആദ്യം തന്നെ എല്ലാവർക്കും നല്ലൊരു സായാഹ്നം നേരുന്നു. ഇങ്ങനെ ഒരു വെള്ളത്തിന് റെഡ് FM ഇങ്ങനൊരു സ്പേസ് തന്നതിന് വലിയൊരു സന്തോഷം. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വലിയൊരു ഗ്യാപ്പിന് ശേഷം 318 ദിവസത്തിന് ശേഷം വെള്ളം തിയേറ്ററിലേക്ക് വരുമ്പോൾ നമ്മുടെ എല്ലാവരെയും നമുക്കെല്ലാവർക്കും വിശ്വാസം ഉണ്ടാകും നല്ലൊരു സിനിമയാവുമെന്ന്. പക്ഷെ എങ്കിലും സിനിമ മാത്രം നമുക്ക് ആഗ്രഹിക്കാൻ മാത്രമേ പറ്റുള്ളൂ. നമുക്ക് പ്രഡിക്ഷൻ അല്ലെങ്കിൽ ഒന്നും നമുക്കറിയാൻ പറ്റില്ല. ഒരു വലിയൊരു ഗാംബ്ലിംഗ് ആണ് സിനിമ എന്ന് പറയുന്നത്. അത് തിയേറ്ററിലെത്തി എന്താ പറയുക, ജനലക്ഷങ്ങൾ ഇരുന്ന് കാണുമ്പോഴത്തേക്കും അതിൻ്റെ ജഡ്ജ്മെന്റ് വേറെ ആയിരിക്കും. ഞങ്ങൾ ഒരു തിയേറ്ററിലിരുന്ന് ഒരു 5-10 പേര് തൻ്റെ കുഞ്ഞിൻ്റെ പെർഫോമൻസ് ഇരുന്ന് കാണുമ്പോൾ അതിനകത്ത് ആ കുഞ്ഞിനോടുള്ള മുഴുവൻ സ്നേഹവും കൊടുത്തുകൊണ്ടാണ് ഒരുപക്ഷെ നമ്മൾ കാണുക. അത്രമാത്രം ഡിറ്റാച്ച്ഡ് ആയിട്ട് നിന്ന് കാണാൻ പറ്റുമോ സിനിമ എന്ന് ചോദിച്ചാൽ അതറിയില്ല. മാക്സിമം ഞങ്ങൾ അങ്ങനെ ശ്രമിക്കാറുണ്ട്. അതുകൊണ്ടാണ് ചില സീൻസൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കളയുന്നത്. പക്ഷേ ഒരു എന്താ പറയുക, ഇത് തിയേറ്ററിൽ സിനിമ കാണുന്നവർക്ക് ഒരു അറ്റാച്ച്മെന്റും ഒരു വ്യക്തികളോടോ ഒന്നും ജയസൂര്യയോടോ പ്രജേഷ് സെന്നിനോടോ ഒന്നിനോടും ഇല്ല. അവർക്ക് അറ്റാച്ച്മെന്റ് സിനിമയോട് മാത്രമേ ഉള്ളൂ. അപ്പൊ അവരിന്ന് കാണുമ്പോഴത്തേക്കും ഈ ഡോക്ടർ ഓപ്പറേഷൻ തിയേറ്ററിൽ വരുന്ന പോലെ മറ്റേ കത്രികയും ഇതും എല്ലായിട്ടാണ് കീറി മുറിക്കാൻ വേണ്ടിയിട്ടാണ് വരണത്. അതിന്റെ അത്ര പോരാ, പിന്നെ അത്രയും പോരാ. പക്ഷെ വേറൊരു സിനിമയ്ക്ക്, ഇപ്പൊ അന്യഭാഷ സിനിമയ്ക്കാണെങ്കിൽ കൂടി ചിലപ്പോൾ അവര് അന്യഭാഷ സിനിമയാണ്, അതിനകത്ത് കുറച്ച് ഒരു റിയലിസ്റ്റിക് അത്ര അല്ലെങ്കിലും ചിലപ്പോൾ അവരുടെ അങ്ങനെ കൾച്ചറാണ് എന്ന് അന്ന് മനസ്സിൽ വെച്ചുകൊണ്ടാണ് കാണുന്നത്. അപ്പൊ അതിനകത്ത് ഒരു നായകൻ വന്ന് 10 പേര് ഇടിച്ചിട്ടാലും 20 പേര് ഇടിച്ചിട്ടാലും അവർക്കതൊരു പ്രശ്നമില്ലാത്തത് അതുകൊണ്ടാണ്. പക്ഷേ മലയാള സിനിമയിൽ എനിക്ക് തോന്നുന്നു പണ്ടുള്ള ആളുകൾ, ലോഹി സാർ ആയിക്കോട്ടെ അല്ലെങ്കിൽ MG സാർ ആയിക്കോട്ടെ, ഇവരൊക്കെ ചെയ്തു വെച്ചിട്ടുള്ള കുറെ അത്ഭുതങ്ങളുണ്ട്. ഈ അത്ഭുതങ്ങളുടെയൊക്കെ ബാക്കി പത്രങ്ങളാണ് ഇപ്പോഴും നമ്മൾ ഈ പറഞ്ഞ പോലെ സിനിമയിലൂടെ നമ്മൾ മാക്സിമം ശ്രമിക്കുന്നത്. കാരണം നല്ല റൈറ്റേഴ്സോ കാര്യങ്ങളോ അന്നത്തെ അത്ര ഇന്ന് ഞാൻ മഞ്ജുവിൻ്റെ അടുത്ത് സംസാരിച്ചതാണ്. കാരണം എന്റർടൈൻമെന്റ് ട്രൈ ആക്കരുത്, കൈയടിച്ച് പൊളിക്കണം.
ഒരു കേക്ക് കൊണ്ട് 10-15 പേരെ ഊട്ടുകയാണ് ചെയ്യുന്നത്. താങ്ക് യു സോ മച്ച്. ഒരു വലിയ piece ഒക്കെ cut ചെയ്ത് കൊടുക്കാം. ഡയറ്റിലാണ് വലിയൊരു പീസ് കട്ട് ചെയ്ത് ഞങ്ങളുടെ സ്റ്റേഷൻ ഹെഡിനോട് ഡയറ്റിലാണ് പോലും. Thank you so much.